ഹലോ, ഒന്ന് മഴയൊക്കെ തോർന്നതിന് ശേഷം നമ്മൾ പറമ്പിലൂടെ നടന്നേരം നമുക്കൊരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, എന്താ ഇതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി പൂവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ മുകളിൽ ചളിയൊക്കെ ഉണ്ടായിരുന്നു, ഞാനൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ ലെയേഴ്സൊക്കെ ഒന്ന് പീൽ ചെയ്തു. മുകളിലത്തെ ലെയർ, മിഡിൽ ലെയർ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചാണ് കേട്ടോ. ഇപ്പം കറൻ്റ്ലി ഉണ്ടാക്കുന്ന പൂവ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ബാക്കിലുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗം കൊണ്ടാണ് പൂവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വലിച്ച് കീറിയോ, നിങ്ങൾ കീറാതിരിക്കുക. കുറച്ചുകൂടി സോഫ്റ്റായി കീറിക്കഴിഞ്ഞാൽ നല്ലോണം കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാള എടുക്കുന്ന സമയത്ത് ഈ ആഫ്റ്റർനൂണൊന്നും എടുക്കാതിരിക്കുക. ഒരു രാവിലെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. അല്ലാതെ ഭയങ്കര ഹാർഡായിരിക്കും. കുറച്ചുകൂടി കട്ടി ആയി കഴിഞ്ഞാൽ നമുക്ക് വലിച്ച് കീറിയാൽ കിട്ടൂല. ഭയങ്കര കട്ടിയായിരിക്കും, പിന്നെ പൊട്ടിപ്പോവും. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ പൂവിൻ്റെ നടുക്കുള്ള ബഡാണ്. ബഡ് ഒരു മുകുളം പോലത്തെ സാധനം പൂവിൻ്റെ നടുക്കുണ്ടാവില്ലേ, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ത്രെഡ് വെച്ചിട്ട്. ഞാൻ നോർമൽ തയ്യൽ മെഷീൻ്റെ നൂലാണ് എടുത്തത്. അതുകൊണ്ട് എനിക്കത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ നൈലോണിൻ്റെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും, അങ്ങനെ പൊട്ടിപ്പോവില്ല. ഓക്കെ, പിന്നെ അതേപോലത്തെ ബഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിലേക്ക് ഓരോരോ പെറ്റൽസ് ഒട്ടിച്ച് നമുക്കൊരു അടിപൊളി പൂവ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. കാരണം നമ്മുടെ ഫാമിലി കുറച്ചുകൂടി ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ഞാനൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് അത് അത്ര പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഇതേപോലെ ഞാനിപ്പം നൂല് വെച്ചിട്ടാണ്, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നൂല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പോകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടി ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പെറ്റൽസ് കൊണ്ട് തന്നെയാണ് ഞാൻ ലീഫും ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതേപോലെ ഫുൾ അറേഞ്ച് ചെയ്യുക. എന്നതിനു ശേഷം നമുക്ക് ഒരു ഈർക്കിലാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിക്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാൻ ഈർക്കിൽ. ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്, അത്ര ചിലവ് ഒന്നും വരുന്നില്ല. നമുക്ക് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത്ര വലിയ ഹൈ എൻഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഹൈ എൻഡ് സാധനങ്ങളൊന്നും വാങ്ങാതെ സാധാരണ നമ്മളെ വീട്ടിലുള്ള നമ്മളെ പറമ്പുകളിലുള്ള ഓരോരോ സാധനം വെച്ചിട്ടും നമുക്ക് ഇങ്ങനെ ഓരോരോ പൂക്കളും കാര്യങ്ങളും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ 2 അടിപൊളി ഫ്ലവർ. ഇതിന് കളർ ചെയ്യണമെന്നുള്ളതൊന്ന് പറയണം കേട്ടോ. കളർ ചെയ്യാതെയാണ് ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം അടിപൊളിയാണ്, ഷോക്കേസിലൊക്കെ വെച്ച അടിപൊളിയാണ് കേട്ടോ. 2 ഫ്ലവേഴ്സാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് വെച്ചിട്ട് ഒരു അടിപൊളി പൂക്കൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാലം തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ സീ യു, ടാറ്റാ, ബൈ.